അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഓഫ് ലൈൻ പഠിക്കാൻ പോവുകയാണ്. അതായത് കുറേ ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ ടൈപ്പായിട്ട് ഇച്ചിരി ആയിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പിന് വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പേര് കൊടുക്കാം. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞത് ഇങ്ങനെ പോകുന്ന വരകൾ, ഇങ്ങനെ കുത്തനെ അല്ല, അതിനെ പറയുന്ന പേരെന്തായിരുന്നു? വെർട്ടിക്കൽ. ഇങ്ങനെ പോകുന്ന വരകൾ, അതായത് നമ്മളുടെ മറ്റേ നോട്ട് ബുക്കിലെ പേജുകളൊക്കെ ഇല്ലേ, നോട്ട് ബുക്കിലെ വരകളൊക്കെ ഇല്ലേ, ലൈനുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. ഇങ്ങനെ പോകുന്ന വരകൾ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ദേ ഇങ്ങനെ വരയ്ക്കുന്ന വരകൾ ഇതിനെ പറയുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ ലൈൻസ്. പക്ഷേ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇങ്ങനെ വരയ്ക്കുന്ന വരകൾ എക്സ് ആക്സിസിന് എന്തായിരിക്കും? ഇങ്ങനെ വരയ്ക്കുന്ന എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈനുകളാണ് എന്ത് ലൈൻസ്? ഹൊറിസോണ്ടൽ ലൈൻസ്. ഈ ലൈനുകളുടെ ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭയങ്കര എളുപ്പമാണ്, നോക്കിക്കോ. ഇപ്പോൾ ഇത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് ഇവിടെ പുതിയൊരു ലൈൻ കടന്നു പോയിക്കാണെന്ന് വിചാരിച്ചു. ഈ ലൈൻ കടന്നു പോയിക്കുന്ന പോയിന്റ് ഇത് വൈ ആക്സിസ് അല്ലേ, ഇത് വൈയിലെ 1, ഇത് വൈയിലെ 2, ഇത് വൈയിലെ 3, ഇത് വൈയിലെ -1, ഇത് വൈയിലെ -2, ഇത് വൈയിലെ -3. ശ്രദ്ധിച്ചോളേ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ കേട്ടോ, ഇത് വൈയിൽ എവിടെ കൂടിയാ കടന്നു പോയിട്ടുള്ളത്? വൈ ആക്സിസിൽ എവിടെ കൂടിയാ കടന്നു പോയിട്ടുള്ളത്? നോക്കിയേ, 2 കൂടിയല്ലേ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ ആ ലൈനിന്റെ പേര് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: y = 2. എന്താണ്? y = 2. ഇത്ര ഉള്ളടാ. ശ്രദ്ധിച്ചേ. അടുത്തത് എക്സിന് പാരലായിട്ട് 3 കൂടി കടന്നു പോയിട്ടുള്ള ലൈനല്ലേ ഇത്? 3 കൂടി കടന്നു പോയിട്ടുള്ള ലൈനല്ലേ ഇത്? ആണ്. അപ്പൊ അതിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതും? അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? y = 3 കൂടിയല്ലേ പോയത്? 3. അത്രേ ഉള്ളൂ. ഇനി വേറൊന്നും നോക്കിടാ. ഇതും എക്സിന് പാരലായിട്ടല്ലേ പോയിരിക്കുന്നത്. എക്സിന് പാരലായി വൈയിൽ കൂടിയല്ലേ പോയിട്ടുള്ളത്. എവിടെ കൂടിയാ പോയിട്ടുള്ളത്? -2 കൂടിയല്ലേ പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തെഴുതും? y = -2. ഇത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൊറിസോണ്ടൽ ലൈനുകളുടെ അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടുള്ള ലൈനുകളുടെ ഫോം വരുന്നത് ഇങ്ങനെയാണ്. y = എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഏത് നമ്പരും വരാം. അപ്പോൾ y = a എന്നുള്ളതാണ് എന്ത്? ഹൊറിസോണ്ടൽ ലൈൻസിന്റെ ഇക്വേഷൻ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാൻ നോക്കി. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സിന് പാരലായിട്ട് പോകുന്ന ലൈനുകളാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. പാരലായിട്ട് ഇതിപ്പോൾ 5 കൂടിയാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതും നമ്മൾ y = 5. ഇത് പാരലായിട്ട് -6 കൂടിയാണ് പോയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതും y = -6. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എക്സിന് പാരലാണെങ്കിൽ ശ്രദ്ധിക്കുക, എക്സിന് പാരലാണെങ്കിൽ ആ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? y = അങ്ങനെയല്ലേ? എക്സിന് പാരലാണെങ്കിൽ ഒരിക്കലും x = എന്നല്ല എഴുതുന്നത്. പിന്നെ എങ്ങനെയാണ് എഴുതുന്നത്? y = എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, y = 12 എന്ന് പറയുന്ന ലൈൻ എങ്ങനെ പോകും? എക്സിന് പാരലായി y = 12 എന്ന് പറയുന്ന വൈറ്റ് പോയിന്റിലൂടെ കടന്നു പോകും. y = 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് പാരലായി 3 കടന്നു പോകും. y = -1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് പാരലായി y = -1 കടന്നു പോകും. അപ്പൊ ഹൊറിസോണ്ടൽ ലൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈനുകളെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത്. അതിന്റെ മേജർ ഇക്വേഷന്റെ ഫോം എന്താണ്? y = a. എവിടെ കൂടിയാണോ y ആക്സിസിനെ ടച്ച് ചെയ്ത് പോകുന്നത് ആ നമ്പർ കൊണ്ട് എഴുതി കൊടുക്കുക. ഭയങ്കര എളുപ്പമല്ലേടാ. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇവിടെ നോക്കിയേ, ഈ എക്സ് ആക്സിസ് പോയിരിക്കുന്നത് വൈയിൽ എവിടെ കൂടിയാ? വൈയിൽ 0 പോയിരിക്കുന്നത്. എനിക്ക് 0, 1, 2, 3, -1, -2, -3 അങ്ങനെയല്ലേ? അപ്പൊ 0 കൂടിയല്ലേ എക്സ് ആക്സിസ് പോയിട്ടുള്ളത്. അപ്പൊ എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്ത് പറയൂടാ? ശ്രദ്ധിച്ചേ, y = 0. ശ്രദ്ധിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് എന്താണ്?
എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 0. മറന്നു പോകരുത്, 1 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്താണ്? y ഈക്വൽ ടു 0. എടാ ഇതുപോലെ തന്നെയാണ് തിരിച്ചും ആലോചിക്കേണ്ടത്. അതായിരിക്കും നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, വെർട്ടിക്കൽ ലൈൻസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിച്ചു. ഇവിടെ അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമാണ്. നോക്കി, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, അത് എക്സ് ആക്സിസിന് പാരലായിട്ടായിരിക്കും പോകുന്നത്. ഇനി ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ്, പാസ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട് 0,7. 0,7 എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ പോയിന്റ് ആണ്? എക്സ് 0 ആണ്, വൈ ഉണ്ട്, അപ്പോൾ അത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്? 0,7. 0,7 എന്ന് പറഞ്ഞാൽ ഇത് ഏത് പോയിന്റ് ആണ്? y7 അല്ലേ? അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്? എക്സിന് പാരലായതുകൊണ്ട് y ഈക്വൽ ടു എന്ന് വേണം നമ്മൾ എഴുതാൻ. y ഈക്വൽ ടു 7 പാസ് ചെയ്യുന്നതുകൊണ്ട് 7. ഇതാണ് ഇക്വേഷൻ. എളുപ്പമല്ലേടാ? ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് പാസിംഗ് ടു ദ പോയിന്റ് 3,5. ശ്രദ്ധിച്ചേ, ഇതുപോലെ തന്നെ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് അല്ലേ? വൈ ആക്സിസ്. ഇനി എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ്, പക്ഷെ പാസ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുള്ള ഏതാണ്? 3,5 ആണ്. 3,5 അല്ലേ? 3,5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? 3,5 എന്ന് പറഞ്ഞ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യം താഴെ എത്രയായിരിക്കും? എക്സിന് വരുന്ന നമ്പറാണ് ഈ ആദ്യം എഴുതിയിരിക്കുന്നത് 3, വൈയുടെ നേരെ വരുന്ന നമ്പറാണ് ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് 5. അപ്പോൾ അത് എവിടെ കൂടിയാണ് പാസ് ചെയ്യുന്നത്? 5ൽ കൂടിയാണ്. 3,5 എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എത്രയാണ്? 5. അത്രേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്തെഴുതും? y ഈക്വൽ ടു എക്സിന് പാരലായിട്ട് 5ൽ കൂടി പോകുന്ന കാരണം y ഈക്വൽ ടു 5. ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എക്സിന് പാരലായിട്ടാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് അതിനെ y ഈക്വൽ ടു എന്ന് പറയുന്നത് വരും. ഇനി എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 0. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പം ബാക്കി ഇനി അടുത്ത ടൈം.